നിങ്ങൾക്കറിയാം, നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ വാഹനങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. എല്ലാ വീടുകളിലും വാഹനമുണ്ട്. ഒരു ടൂ വീലർ എങ്കിലും ഇല്ലാത്ത വീടുകൾ വിരളമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ പറയാൻ പോകുന്ന പ്രോഡക്റ്റിന് വലിയ പ്രസക്തിയുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം കുറച്ച് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും, മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും. അല്ലാതെ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ ഉടനെ ആളുകൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മൾ ലക്ഷപ്രഭുക്കളാകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ അസംബന്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നമുക്ക് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വളരെയേറെ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ പോളിഷ് ആണ്. അതായത് നമ്മളുടെ വീട്ടിലൊരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാലാകാലങ്ങളിൽ നമ്മൾ അതിനെ പോളിഷ് ചെയ്യണം, ഇല്ലെങ്കിൽ അതിൻ്റെ നിറം മങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ നിറം മങ്ങുമ്പോൾ നമ്മൾ പോളിഷ് ചെയ്യും. നമ്മൾ സാധാരണഗതിയിൽ സർവീസ് ചെയ്യുന്ന സമയത്തായിരിക്കും പോളിഷ് ചെയ്യുന്ന, എക്സ്ട്രാ പൈസ മേടിക്കുന്ന ഒരു പരിപാടിയാണ് അത്. എന്നാൽ നമുക്ക് നമ്മളുടെ വീടുകളിൽ തന്നെ പോളിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഈ പോളിഷ്, അതായത് വെഹിക്കിൾ പോളിഷ്, നമുക്ക് വീടാന്തരം വിൽക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ വാഹനങ്ങൾ സ്വയം പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഈ വർക്ക്ഷോപ്പുകളിൽ വരുന്ന വലിയൊരു കോസ്റ്റ് അത് അവർക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് നല്ല ഡിമാൻഡും ഉണ്ടാകും. അങ്ങനെ ഒരു ചെറിയ പ്രോഡക്റ്റാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, എന്താണ് അതിൻ്റെ അനുപാതം, എങ്ങനെയാണത് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണത് പാക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണത് വിൽക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇടയ്ക്ക് നമുക്ക് കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് വന്നു. പല പല കാര്യങ്ങൾ കൊണ്ടാണ് ഗ്യാപ്പ് വന്നത്. സമയമൊട്ടും കിട്ടാത്തത് കൊണ്ടാണ്. ഇനി ആ ഗ്യാപ്പ് വരാതെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ പോളിഷ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം, എന്തൊക്കെ വേണമെന്നുള്ളത്. ആദ്യമേ വേണ്ടത് ട്രൈ ഇഥനോലാമിൻ വേണം. അത് നമുക്ക് 200 ഗ്രാം ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് RO വാട്ടറാണ്, 45 ലിറ്റർ വേണം. പിന്നെ ഓലിക് ആസിഡ് വേണം, നമുക്ക് 17 മില്ലിയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് മിനറൽ ഓയിലാണ്, 12 ലിറ്റർ വേണം. ട്രിപ്പോളി പൗഡർ കിട്ടും, അത് നമുക്ക് 800 ഗ്രാം വേണ്ടി വരും. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്. നമ്മൾ വലിയൊരു ജാർ എടുക്കേണ്ടതായിട്ട് വരും. ആ ജാറിനകത്താണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. 2 ജാറുകൾ വേണ്ടി വരും. ഒന്ന്, ആദ്യമായിട്ട് നമ്മൾ ഈ 45 ലിറ്റർ വെള്ളം പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ട്രൈ ഇഥനോലാമിൻ ലയിപ്പിക്കണം നന്നായിട്ട്. അതായത് ഒരു സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി നമുക്ക് ലയിപ്പിക്കാൻ പറ്റും. കൈയൊന്നും തൊടാൻ പാടില്ല, ഗ്ലൗസ് ഇട്ടുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ. കുട്ടികളെ അടുത്തെങ്ങും വരുത്താൻ പാടില്ല. ഓക്കെ, അതിനുശേഷം വേറൊരു പാത്രത്തിൽ നമ്മളുടെ ഓലിക് ആസിഡും മിനറൽ ഓയിലും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. രണ്ടും നല്ല വൃത്തിക്ക് ഇളക്കി ലയിപ്പിച്ച് വെക്കുക. ഈ ഓലിക് ആസിഡും മിനറൽ ഓയിലും കൂടെ ലയിപ്പിച്ച ലായനി നമുക്ക് പിന്നീട് ഈ വെള്ളത്തിലേക്ക് സാവധാനം, അതായത് ഇടമുറിയാതെ ഒഴിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കണം, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഒഴിച്ച് ഇളക്കിയതിനു ശേഷം നമ്മളുടെ ട്രിപ്പോളി പൗഡർ ചേർത്ത് വീണ്ടും ഇളക്കുക. പ്രോഡക്റ്റ് നമ്മളുടെ റെഡി ആയി കഴിഞ്ഞു. വെഹിക്കിൾ പോളിഷ് റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ആദ്യം ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പാടുള്ളൂ. നമ്മളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ കെമിക്കൽസ് എല്ലാം തന്നെ കിട്ടും. ഇനി അഥവാ കിട്ടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരുത്തി തരും. ആ ഐറ്റം നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റി മേടിച്ച് ഉണ്ടാക്കി നോക്കി നമ്മളുടെ വെഹിക്കിളിൽ പരീക്ഷിച്ചു നോക്കി. ഒരു 15-20 ദിവസത്തെ ടൈം കൊടുക്കണം. അതിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, കളറിന് മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നോക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ കൊമേഴ്സ്യലി ഇതുണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ പ്രോഡക്റ്റിൽ ഈ അനുപാതത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരില്ല, അത് വേറെ കാര്യം. ഇതിനുശേഷം ഈ ഉണ്ടാക്കിയ പ്രോഡക്റ്റിനെ നമ്മൾ മെറ്റലിന്റെ ജാറുകളിലാണ് നിറയ്ക്കേണ്ടത്. അതായത് പെയിന്റിന്റെ ടിന്ന് വരത്തില്ലേ, അതുപോലെയുള്ള ടിന്നുകൾ കിട്ടും, നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഏതെങ്കിലും ഓൺലൈൻ സൈറ്റിലുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ആ ടിന്നുകളിലാണ് നമ്മൾ ഇത് നിറച്ച് കൊടുക്കേണ്ടത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. നമ്മളത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം മാക്സിമം പ്രോഫിറ്റ് കിട്ടും. കൂടാതെ നമ്മളുടെ കസ്റ്റമർ നമ്മളുടേതായിരിക്കും, വേറെങ്ങും പോവുകയുമില്ല. സമയാസമയങ്ങളിൽ അവർക്ക് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യം. അപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർ മാത്രമേ ഇത്തരം പ്രോഡക്റ്റുകളിൽ ചെന്ന് പെടാനും പാടുള്ളൂ, ചെയ്യാനും പാടുള്ളൂ. കാരണം ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചു, അതിന് നല്ലൊരു പേരിട്ടു, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലിരിക്കും ഇല്ലെങ്കിൽ എൻ്റെ ഓഫീസിലിരിക്കും എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് വിറ്റു പോകില്ല. ഈ പ്രോഡക്റ്റ് വിറ്റു പോയിട്ട് അതിൻ്റെ റിസൾട്ട് വരണം, ടെസ്റ്റിമോണിയൽസ് വരണം. അപ്പോഴാണ് റെഫറൻസ് വെച്ച് വീണ്ടും വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി, കൊമേഴ്സ്യലി ഉണ്ടാക്കി. നമ്മൾ അന്നേരം തന്നെ TV യിൽ പരസ്യം കൊടുത്തു, പത്രത്തിൽ പരസ്യം കൊടുത്തു,
കൊടുക്കാവുന്നിടത്തൊക്കെ പരസ്യം കൊടുത്ത് നമുക്ക് ആളുകളെ ഇതിലേക്ക് വരുത്താൻ പറ്റും. അപ്പോൾ ലക്ഷങ്ങൾ കോടികൾ മറിയുന്നൊരു ബിസിനസ് ആയിട്ട് മാറും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ വീട്ടിൽ തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.